പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യുദ്ധവും സമാധാനവും എന്ന കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയായി യുദ്ധം ചെയ്യുന്ന ലോകവും കിണറ്റിനരികിലെ രക്ഷകനും എന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മുടെ ലോകമെമ്പാടും റഷ്യയും ഉക്രൈനും ഇസ്രയേലും പലസ്തീനും കൂടാതെ മറ്റ് പല നാടുകളും യുദ്ധങ്ങളും സംഘർഷങ്ങളും അശാന്തിയും എണ്ണമറ്റ ജീവനുകളെ അപഹരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവ വെറും സ്ഥിതിവിവര കണക്കുകളല്ല, അവർ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. നിഷ്കളങ്കമായ രക്തം മണ്ണിൽ നിന്ന് നിലവിളിക്കുന്നുവെന്നും സ്വർഗം ആ നിലവിളികൾ കേൾക്കുന്നുവെന്നും തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലെ യുദ്ധങ്ങൾക്ക് കാരണം ദൈവമല്ല, അവ മനുഷ്യന്റെ അഹങ്കാരം, ഭയം, അത്യാഗ്രഹം, അധികാര വടംവലികൾ, ദൈവത്തോടുള്ള മത്സരം എന്നിവയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രീയം കൊണ്ടോ പ്രത്യയ ശാസ്ത്രം കൊണ്ടോ ഭരണാധികാരികൾ അക്രമത്തെ ന്യായീകരിച്ചേക്കാം. എന്നാൽ ദൈവം ഇന്നും മനുഷ്യകുലത്തോട് ചോദിക്കുന്നത് പുരാതനമായ അതേ ചോദ്യമാണ്: നിന്റെ സഹോദരൻ എവിടെ? നിഷ്കളങ്കരുടെ കഷ്ടപ്പാടുകൾ ദൈവത്തിന്റെ അഭാവത്തെ അല്ല, മറിച്ച് മനുഷ്യൻ ദൈവത്തിന് കീഴ്പ്പെടാൻ പരാജയപ്പെടുന്നതിനെയാണ് വെളിപ്പെടുത്തുന്നത്. എങ്കിലും തകർന്നതും അക്രമം നിറഞ്ഞതുമായ ഈ ലോകത്തിന്റെ മധ്യത്തിലും സുവിശേഷത്തിൽ നിന്നുള്ള ശക്തമായ ഒരു ചിത്രം നാം കാണുന്നു. യാത്ര ചെയ്ത് തളർന്ന യേശു യാക്കോബിന്റെ കിണറ്റിനരികിൽ ഇരുന്നു. അവന് ദാഹിച്ചിരുന്നു, പക്ഷെ അത് വെള്ളത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല. അവനൊരു ആത്മാവിനായി ദാഹിക്കുകയായിരുന്നു. ശമരിക്കാരിയായ സ്ത്രീക്കും അവളിലൂടെ ബാക്കിയുള്ള മനുഷ്യവർഗത്തിനും അവൻ ജീവന്റെ ജലം വാഗ്ദാനം ചെയ്തു. അന്ന് അതിൽ നിന്ന് കുടിക്കുന്നവൻ ഇനി ഒരിക്കലും ദാഹിക്കില്ലെന്ന് അവൻ ഉറപ്പ് നൽകി. ഇന്നും ക്രിസ്തു ഈ ലോകത്തിന്റെ കിണറ്റിനരികിൽ അതിർത്തികൾക്കും മതങ്ങൾക്കും രാജ്യങ്ങൾക്കും ഉപരിയായി ആയുധങ്ങൾക്ക് നൽകാൻ കഴിയാത്ത സമാധാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. സമാധാന പ്രഭു സന്നദ്ധനാണ്, അവൻ ഒരുക്കമാണ്. എന്നാൽ ഹൃദയങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നിടത്ത് മാത്രമേ സമാധാനം ഒഴുകുകയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിന് പുറത്ത് ഗൊൽഗൊഥായിൽ ഇതേ യേശു ക്രൂശിൽ ഉയർത്തപ്പെട്ടു. ആ ബലി ഒളിച്ചു വയ്ക്കപ്പെട്ട ഒന്നായിരുന്നില്ല, അത് പരസ്യവും ബോധപൂർവവും നിത്യവുമായ ഒന്നായിരുന്നു. കുരിശ് ഒരു രാജ്യത്തിനോ ഒരു മതത്തിനോ വേണ്ടിയായിരുന്നില്ല, മറിച്ച് സകല മനുഷ്യവർഗത്തിനും വേണ്ടിയായിരുന്നു. പരാജയമെന്ന് തോന്നിയത് വിജയമായി മാറി, അപമാനമായി തോന്നിയത് രക്ഷയായി മാറി. എനിക്ക് ദാഹിക്കുന്നു എന്ന യേശു നിലവിളിച്ചപ്പോൾ അത് ശാരീരികമായ കഷ്ടപ്പാട് മാത്രമല്ലായിരുന്നു, അത് മനുഷ്യരാശിയെ വീണ്ടെടുക്കാനുള്ള അവന്റെ നിത്യമായ വാഞ്ചയുടെ പ്രതിധ്വനി കൂടി ആയിരുന്നു. കിണറും കുരിശും ഒരേ സത്യമാണ് സംസാരിക്കുന്നത്. രക്ഷ എല്ലാവർക്കും സൗജന്യമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സുവിശേഷം രഹസ്യമായല്ല തുടങ്ങിയത്, അത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ തന്നെ ആയിരുന്നു. ഇന്ന് ലോകം ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നതല്ല ദുരന്തം, ലോകം അവനെ ഇപ്പോഴും എതിർക്കുന്നു എന്നതാണ് വലിയ ദുരന്തം. സുവിശേഷം ഭൂമിയുടെ ഏതാണ്ട് എല്ലാ കോണുകളിലും എത്തിയിട്ടുണ്ട്. ചോദ്യം ഇനി ദൈവം സംസാരിച്ചോ എന്നതല്ല, മറിച്ച് മനുഷ്യവർഗം അത് കേൾക്കുമോ എന്നതാണ്. പ്രധാന തിരുവെഴുത്തുകൾ ഇവിടെ: മത്തായിയുടെ സുവിശേഷം 5:9, യെശയ്യാവിന്റെ പുസ്തകം 2:4, യോഹന്നാന്റെ സുവിശേഷം 4:6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 12:32, റോമ ലേഖനം 5:8. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയും സ്നേഹനിധിയുമായ സ്വർഗീയ പിതാവേ, യുദ്ധത്താലും വിദ്വേഷത്താലും മുറിവേറ്റ ഒരു ലോകത്തെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിഷ്കളങ്കരുടെ നിലവിളി കേൾക്കുകയും തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും കിണറ്റിനരികിൽ ജീവജലവുമായി നിൽക്കുന്ന യേശുവിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
ഹൃദയങ്ങളെ അക്രമത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്കും അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്കും തിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവിന് കീഴടങ്ങുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ നിന്ന് ആരംഭിച്ച് രാഷ്ട്രങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും തന്നെ സ്നേഹിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.